ഇത് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടുള്ള ബൂരിയാണ് കേട്ടോ. അതിന് വേറൊരു പേരുണ്ട്, എനിക്കത് ശരിക്കും ഓർമ്മ വരുന്നില്ല. ഞങ്ങൾ എന്തോ ഒരു പേര് പറയുന്നുണ്ട്, മൈദ കൊണ്ട് ബൂരി ഉണ്ടാക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സംഭവം. നമുക്കൊരു ഒറ്റടിക്ക് സാധനം ഉണ്ടാക്കാനായിട്ട് 2 പ്രാവശ്യം പരത്തിയാൽ മതി കണ്ട. ഞാൻ എന്നിട്ട് ഇതേ നമ്മുടെ ബൂരി റൗണ്ട് അടിച്ച് നമുക്കെടുത്ത് ഒരൊറ്റടിക്ക് 2 പ്രാവശ്യം പരത്തിയാൽ നമ്മുടെ ബൂരിയുടെ പരത്തിൽ കഴിയും കേട്ടോ. നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയോളൂ. ഇത് നല്ലൊരു ഐഡിയയാണ്, ചെയ്തു നോക്കുക. വേഗം നമുക്ക് പണി കഴിയാൻ എളുപ്പമുള്ളൊരു സംഭവം കേട്ടോ. അതുകൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ പിടിച്ചത് കേട്ടോ. ഞാൻ എന്നും വിചാരിക്കും ഇത് കാണിക്കാമെന്ന്, പിന്നെ മറന്നു പോകുക. അപ്പോൾ ഇന്ന് നേരം കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തു മാത്രം. അപ്പോൾ 2 ട്രിപ്പ് പരത്തുമ്പോഴേക്കും നമുക്ക് 7 പൂരി ഒരുമിച്ച് ഉണ്ടായി കിട്ടും കേട്ടോ. അങ്ങനെ ഒരു മച്ചുണ്ട്. പിന്നെ അതിൽ ബാക്കി വരണ മാവ് ഒന്നും കൂടി ഞാനിങ്ങനെ അമർത്തി ഒരു 4 കൂടി നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ ഭൂരി ഉണ്ടാക്കി ഞാൻ. അപ്പോൾ ഒന്ന് ഇതിനൊരു കറി ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കഷ്ണം കൊള്ളി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൊള്ളി ഞാൻ വേവിച്ച് അത് സ്റ്റു കറിയില്ലേ അതുപോലെ ഉണ്ടാക്കിയതാണ്. നന്നായി വേവിച്ച് പച്ചമുളകും വേപ്പിലയും മഞ്ഞപ്പൊടി പൊക്കിയിട്ടിട്ടേ എന്നിട്ട് ഞാൻ ഈ വെളിച്ചെണ്ണ കാച്ചി വീതിയപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും മുളകും വറ്റൽമുളക് വേപ്പിലേക്ക് ഇട്ട് കടുക് കാച്ചി നല്ല ടേസ്റ്റായി. ബെസ്റ്റ് കൊള്ളിയായിരുന്നു സാധനം. അപ്പോൾ അത് നല്ല ടേസ്റ്റായി. അങ്ങനെ ഭൂരിയും കൊള്ളിച്ച് ചേർന്ന് നിന്ന് രാവിലത്തെ എൻ്റെ ഫുഡ് ഇട്ടാൽ. നിങ്ങളതുപോലെ ചായ കുടിക്കുക. എല്ലാവർക്കും ബൈ.